ഇരിട്ടി പുതിയ സ്റ്റാൻഡിന് സമീപത്തുള്ള നമ്മളിപ്പോൾ എക്കോ പാർക്ക് എന്ന് വിളിക്കുന്ന ഈ സ്ഥലം എക്കോ പാർക്ക് ആകുമോ? ഈ യാത്രയിൽ ഇന്ന് നമ്മോടൊപ്പം രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇരിട്ടി മർച്ചൻ്റ് അസോസിയേഷൻ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമുക്കിന്ന് കേട്ടു നോക്കാം. ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇവിടുത്തെ മെട്രോ യൂണിറ്റിൻ്റെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ എക്കോ പാർക്ക് അധികൃതരിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ എന്തൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു യാത്രയാണ് ഏജന്റ് ടീം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരാൻ വേണ്ടി പോകുന്നത് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ച് അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങളുടെ ഈ യാത്രയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് ഇരിട്ടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. സാറേ നമസ്കാരം. അപ്പോൾ ഇരിട്ടി പുതിയ സ്റ്റാൻഡിന് തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഞങ്ങൾ വയനാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെന്നാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്കോ പാർക്ക് എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരിലേക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇരിട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലം, എന്നാൽ ഒരു ടൗണായിട്ടുള്ള ഒരു ശല്യം ഇല്ലാത്ത നല്ലൊരു മനോഹരമായ സ്ഥലം. ഈ നട്ടുച്ച നേരത്തും ഇവിടെ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നം, ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നമില്ല. നല്ലൊരു വേറെ വയനാട്, നിങ്ങൾ പറഞ്ഞ പോലെ വയനാടായിട്ടും പോയി നിൽക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുന്നത്. ഇത് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ നല്ല സീറ്റിംഗ് എല്ലാം കൊടുത്ത് ചുറ്റും ഫെൻസിങ് കൊടുത്ത് വേണമെങ്കിൽ നല്ല രീതിയിൽ വോട്ട് സർവീസ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ദ്രോഹികൾ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കിടക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ അവർ ചെയ്യുന്നില്ലെങ്കിൽ നല്ല സന്നദ്ധ സംഘടനകൾ ചേർന്നിട്ട് നല്ല രീതിയിലൊരു ഉദ്യാനാക്കി മാറ്റിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ വളരെയധികം നല്ല ഇത്ര ഒരു ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലം ഈ ചുറ്റുവട്ടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂട്ടുപുഴ കഴിഞ്ഞ് നമ്മൾ പോകണം. അതന്നെ കുറച്ച് മല മൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. അതേ ഒരു കൂളിംഗ് കാലാവസ്ഥയാണ് ഇവിടെ കിട്ടുന്നത്. എന്താണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണ്? കാരണം ഇരിട്ടിയിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. ഇപ്പം മുനിസിപ്പാലിറ്റി നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവർക്ക് ഒരു ഇത്തരം സംഘടനകൾ ബന്ധപ്പെട്ടിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന, കാരണം കൂടുതൽ എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് നല്ലൊരു ഉദ്യാനമാക്കി മാറ്റാൻ സാധിക്കും. സാറേ നമസ്കാരം. എങ്ങനെയുണ്ട് ഇതിൻ്റെ എനിക്കിത് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മളിവിടെ തന്നെ കാണുന്നില്ല, കംപ്ലീറ്റ് വേസ്റ്റാണ്. അതും മാറി കിട്ടുകയും ചെയ്യും. പിന്നെ വൈകുന്നേരം എല്ലാം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രമാവും. പിന്നെ പുഴത്തീര എപ്പോഴും വൃത്തിയായിരിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഏത് പുഴത്തീരായാലും എപ്പോഴും വൃത്തിയായിരിക്കണം. പിന്നെ ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേസ്റ്റ് ഇടൽ കുറയും. പിന്നെ നല്ല വെള്ളം കുടിക്കാനും പറ്റും. പ്രകൃതിയായിട്ട് ജനങ്ങൾക്ക് വന്നിരിക്കാനും നല്ലൊരു സ്ഥലമാവും. ഇത്രയും നല്ല സ്ഥലം ഉണ്ടെന്ന് ആരും അറിയില്ല. ചുരുക്കിയിട്ടാണ് പകുതി ആൾക്കും അറിയില്ല ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾ കാണിച്ചു കൊടുത്ത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്താണ് മുനിസിപ്പാലിറ്റി അധികൃതരോട് പറയാനുള്ളത്? മുനിസിപ്പാലിറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഈ ഒരു പാർക്ക് എന്നുള്ള ഒരു സ്വപ്നവുമായി ഏജന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വിശ്രമ കേന്ദ്രമായി മാറുന്ന, അതുപോലെ തന്നെ എക്കോ പാർക്കാക്കി മാറ്റാനുള്ള എല്ലാ നടപടികൾക്കും മുനിസിപ്പാലിറ്റിയുടെ കൂടെ തന്നെ ഇവരും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇരിട്ടിയിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഏജന്റ് ടീം എന്തായാലും ഈ എക്കോ പാർക്ക് എന്നുള്ള ഒരു സ്വപ്നം ഇരിട്ടിക്കാർക്ക് യാഥാർത്ഥ്യമാക്കും വരെയുള്ള പോരാട്ടമായിരിക്കും നമ്മുടേത്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരിട്ടിയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ്.